ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെസിപ്പിയാണ്. നല്ല കുറുകിയ ചാറോട് കൂടി നമുക്കൊരു ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബീഫൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർത്തെടുക്കാനുള്ളത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 6 വിസിൽ വരുന്നതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ബീഫ് വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ കറി തയ്യാറാക്കാൻ പോകുന്നത്. നന്നായിട്ടപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു ചട്ടി വെച്ചെടുത്ത ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസസ് ആക്കിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നേരത്തെ നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകുമാണ്. അതും കൂടെ ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. എന്നിട്ട് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മസാലകൾ 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഇത്രയുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതായി ഉള്ളിയുടെ മിക്സിലോട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലകളുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മസാലയിലൂടെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ അരപ്പെല്ലാം നമ്മുടെ ബീഫിനകത്ത് നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ വീത്തി കൊടുക്കണം. നല്ല തിളച്ച വെള്ളമായിരിക്കണം വീത്തി കൊടുക്കുന്നത്. നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ അതിനകത്തുനിന്ന് വെള്ളമൊന്നും ഇറങ്ങിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ അതിൽ തന്നെ വെള്ളമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് കൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് വറ്റിച്ചൊന്ന് ഇറക്കാം. ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സവാള ഒന്ന് മൂപ്പിച്ചെടുത്തതാണ്. എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്ത സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കറിക്ക് ടേസ്റ്റ് കൂടും. അതിന് വേണ്ടിയാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ബീഫ് കറി റെസിപ്പിയാണിത്. നല്ല കുറുക്കിയ ചാറോട് കൂടി തന്നെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.